ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് 2026 ഈ കഴിഞ്ഞ 10th ലെവൽ പ്രിലിംസിൻ്റെ സെക്കൻഡ് ഫേസിലെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളെ കേരള പോലീസിനെ സംബന്ധിച്ച് ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, 1ഉം 2ഉം മാത്രമാണ്. മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. അപ്പോൾ പോലീസ് സേനയുടെ മേധാവി DGP, മൃദുഭാവേ ദൃഢകൃത്യേ എന്നതാണ് കേരള പോലീസിൻ്റെ ആപ്തവാക്യം. അടുത്ത ക്വസ്റ്റ്യന്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ സി ആണ്, 1ഉം 2ഉം 4ഉമാണ് ശരി. ഫക്രാനംഗ സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദയാണ്. അപ്പോൾ ഫക്രാനംഗൽ എന്ന് പറയുന്നത് സത്ലജ്, ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ. വാഗ്ഭടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ 1ഉം 2ഉം 3ഉം മാത്രം. കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അപ്പോൾ വാഗ്ഭടാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഏതൊക്കെയാണ് ശരി? 1ഉം 2ഉം 3ഉം ശരിയാണ്. സവർണജാഥ ഇതിനോടനുബന്ധിച്ച് നടന്നതാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് നടന്നതാണ് സവർണജാഥ. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അപ്പോൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് സവർണജാഥ നടന്നത്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിപ്പിക്കുമ്പോൾ സേതു ലക്ഷ്മിബായി ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവ രാജാറാം മോഹൻ റോയിയുടെ രചനകളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്, 4ആണ് പെടാത്തത്. 1ഉം 2ഉം 3ഉം രാജാറാം മോഹൻ റോയിയുടെ കൃതികളാണ്. ഏതൊക്കെയാണ്? പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഫത്തുൽ മുഹാഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എ ആണ്, 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം. മഹാത്മാഗാന്ധിയെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഡി ആണ് ശരിയായിട്ടുള്ളത്, എല്ലാം ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയൻതാലി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അപ്പം മഹാത്മാഗാന്ധിയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എല്ലാം ശരിയാണ്. ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതി നയൻതാലി. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായിട്ടുള്ള ജോഡി ഏതെന്ന് വെച്ചാൽ 1ആണ് തെറ്റായിട്ടുള്ള ജോഡിയായിട്ടുള്ളത്. 2, 3, 4 ശരിയാണ്. നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോണ്. അപ്പം നാറ്റോ ബ്രസൽസ് ആണ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം ആണ്, ഇന്റർപോൾ ലിയോൺ ആണ്. ഇന്ത്യ മീൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആര്? ഇന്ത്യ മീൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് അബ്ദുൽ കലാം ആസാദ്. അബ്ദുൽ കലാം ആസാദാണ് ഇന്ത്യ മീൻസ് ഫ്രീഡം എന്നതിൻ്റെ കർത്താവ്. ആസാ ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. ആസാ ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? നംച പർവ്വതമാണ് ആസാ ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്. കാശി ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമകൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? മണ്ണിനം
ആൻസർ കരയുവ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ഖനന പ്രവർത്തനമാണ് റാറ്റ് ഹോൾ മൈനിങ്. ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം ഏതാണ്? ടൈറ്റാനിയം ഓക്സൈഡ് ആണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞ് ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ് ഏത് എന്ന് പറയുന്നത്? ഓക്സ്ബോ തടാകങ്ങൾ എന്ന് പറയുന്നത്. നറാറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടാണ്? കസാൻ, റഷ്യയിലാണ്. ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ് ഗുർ, ഖണ്ഡസാരി. ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഈ ക്വസ്റ്റ്യന് ക്യാൻസൽഡ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? ആൻസർ എന്ന് പറയുന്നത് ആഗോള സുസ്ഥിര വികസനത്തെ കുറിക്കുന്നതാണ് അജണ്ട 21 എന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായത്തിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ആൻസർ 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സ്ഥാപിതമായ വർഷമാണ് എന്നാണ്? 2010. ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏത് ആണ്? ആൻസർ എന്ന് പറയുന്നത് കേരളം ആണ്. താഴെ പറയുന്ന 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ ബി ആണ്, 2 മാത്രമാണ്. ഫ്യൂഡൽ നികുതി നൽകുക എന്നതാണ് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ്? തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, നികുതി നൽകാതിരിക്കുക, ഇതൊക്കെ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? നവമഞ്ചരിയാണ് ശ്രീനാരായണ ഗുരു രചിച്ചത്. ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ധോളവിരയാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയെ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന 1 മാത്രമാണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചത് ആനി ബസന്റുമായി ബന്ധപ്പെട്ടതല്ല. അപ്പോൾ ആനി ബസന്റുമായി ബന്ധപ്പെട്ടത് ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പോൾ ആനി ബസന്റാണ് 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത്. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. പാഞ്ചാലി ശബ്ദം എഴുതിയതാരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ് പാഞ്ചാലി ശബ്ദം എഴുതിയത്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? തെലങ്കാന ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ഇവിടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ, സമത്വത്തിനുള്ള അവകാശം 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ, ചൂഷണത്തിനെതിരായ അവകാശം 23 മുതൽ 24 വരെയുള്ള വകുപ്പ്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 20, സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 14, 18, മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 25, 28, ചൂഷണത്തിന് എതിരായുള്ള അവകാശം 23, 24 വകുപ്പുകൾ ആണ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗളി വെങ്കയ്യയാണ് രൂപകൽപ്പന ചെയ്തത്. ചുവടെ തന്നിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇവയെല്ലാം
ദേശീയ പതാകയും ദേശീയ ഗാനത്തെ ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് രാഷ്ട്രപതി. താഴെ പറയുന്ന വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1ഉം 2ഉമാണ്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ നിയമം. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി ആണ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഏത്? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ആണ് സുകുമാർ സെൻ. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളതാണ്? ആനന്ദമഠം. താഴെ പറയുന്നവരിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാമാണ്? ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇവയെല്ലാം അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത്, സരോജിനി നായിഡു 4 പേരും ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സഭയിലെ അംഗമായിരുന്ന വനിതകളാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ടുകായൽ. കേരളത്തിൻ്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? ബുദ്ധമയൂരി ആണ്. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏതാണ്? കബനിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? PR ശ്രീജേഷ് ആണ്. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? വരയാടാണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ഏത് കലാരൂപത്തിൽ നിന്നാണ്? രാമനാട്ടം. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ. കേരളത്തെ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആൻസർ എന്ന് പറയുന്നത് ചിങ്ങം 1. കായംകുളം താപവൈദ്യുതി നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ആൻസർ നാഫ്തയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖമാണ് നീണ്ടകര. അടുത്ത ക്വസ്റ്റ്യൻ, 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ ഏതെല്ലാമാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സി ആണ്. 1ഉം 4ഉം. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിന് ഇടയാക്കി. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. അപ്പോൾ 1812 കുറിച്യ കലാപം നടന്നത്. കുറിച്യ കലാപം ഉണ്ടാകാൻ കാരണം ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതാണ്. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? ആൻസർ നിഹോൺ ഹിഡാൻക്യോ ആണ്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരാണ്? കാരിച്ചാൽ ചുണ്ടൻ ആണ്. ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശരിയായിട്ടുള്ള ജോഡി ഡി ആണ്. പണ്ഡിറ്റ് കറുപ്പൻ ജാതി കുമ്മിയാണ് ശരിയായിട്ടുള്ള. പണ്ഡിറ്റ് കറുപ്പൻ ജാതി കുമ്മി. 2025 പ്രഥമ ഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ആൻസർ ഏതാണ്? ഇന്ത്യയാണ്. VT ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര പോരാളി ആരാണ്? ആൻസർ എന്ന് പറയുന്ന അക്കാമ ചെറിയാൻ. ചുവടെ പറയുന്ന ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഡോക്ടർ KB മേനോൻ എന്ന് പറയുന്ന. ആൻസർ കീഴരിയൂർ ബോംബ് കേസ് ആണ്. മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതി ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, കൂട്ട്. മഹാകവി G. ശങ്കരക്കുറുപ്പ് 2ാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ആൻസർ ഒവ്യൂൾ വിത്താകുന്നു. എക്സിറ്റീവ് കൺസർവേഷന് ഉദാഹരണമാണ് ബൊട്ടാണിക്കൽ ഗാർഡനുകൾ. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗങ്ങൾ തിരഞ്ഞെടുക്കുക. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ്?
ഗോൾജി കോംപ്ലക്സ് ആണ്. താഴെ തന്നിരിക്കുന്ന രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണ്? ഗ്ലോബുലിൻ ആണ്. താഴെ തന്നിരിക്കുന്ന മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? മാംസത്തിൻ്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് ലിപ്പേസ് ആണ്. തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ബി ആണ്. ശരിയായിട്ടുള്ളത് എ, സി, ഡി എന്നിവയാണ്. വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നു. മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറവായിരിക്കും. വാസോപ്രസിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണം കുറയും. രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായിട്ടുള്ളതും ശരിയും തെറ്റും കണ്ടെത്താനാണ് ചോദിച്ചത്. ആൻസർ എ ആണ്. 1, 2 ശരിയാണ്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ക്ഷയം, എലിപ്പനി എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. ക്യൂണി കൾച്ചർ തന്നിരിക്കുന്ന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത് മുയൽ വളർത്തൽ ആണ്. കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? തെന്നി നീങ്ങുന്ന സന്ധിയാണ്. സിനാപ്സ് ഏതുമായി ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ബി ആണ്. 2, 3 പേശീകോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നതാണ് സിനാപ്സ്. 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നതാണ് സിനാപ്സ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? ഫ്ലൂറിൻ ആണ്. സ്ഥിരകാന്തകം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് അൽനിക്കോയാണ്. താഴെ തന്നിരിക്കുന്നവയെ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ് ആണ്. പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാണ് ഏണസ്റ്റ് റൂദർഫോർഡ്. അടുത്ത ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. 76ാമത്തെ ക്വസ്റ്റ്യൻ, പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ഏതാണ്? പ്രവേഗമാറ്റത്തിൻ്റെ നിരക്ക് ആണ് ത്വരണം. ബലത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? ആൻസർ ഗതികോർജ്ജമാണ്. താഴെ തന്നിരിക്കുന്ന ഗ്രീൻ എനർജി അല്ലാത്തത് അറ്റോമിക് റിയാക്ടറുകൾ ആണ്. കടലിൽ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ അൾട്രാസോണിക് ആണ്. ബാക്കി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്.